ഹായ് ഹലോ വെൽക്കം ടു ഫാൻ വെല്ലാസ് ഓഫ് സ്ക്രീൻ. സോ ട്രെയിലറും അതുപോലെ തന്നെ പോസ്റ്റേഴ്സും ഒക്കെ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന വളരെ ക്യൂരിയോസിറ്റി നിറച്ചുള്ള ഒരു മൂവിയാണ് ലവ്ലി എന്ന് പറയുന്നത്. സോ ലവ്ലി മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടൊപ്പം CG ക്രിയേറ്റർ ജോയിൻ ചെയ്യുകയാണ് അനീഷ് കുട്ടി. വെൽക്കം. ട്രെയിലറും അതുപോലെ പോസ്റ്റേഴ്സും ഒക്കെ കണ്ടിട്ട് നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ക്യൂരിയോസിറ്റിയോട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ലവ്ലി. സോ ശരിക്കും എന്താണ് സിംപ്ലി പറഞ്ഞാൽ 2 മണിക്കൂറുള്ളൊരു പരിപാടിയത്. അത് ഒരു 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 മനുഷ്യനും ഒരു ഈച്ചയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ കഥയാണിത്. അങ്ങനെ പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് അങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പറഞ്ഞ സിനിമയാവും. ഓക്കെ, ശരി. അപ്പോ നമ്മൾ ഈ ഒരു സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ സിനിമയെ ഒന്ന് വിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നേ? അല്ല, അതൊക്കെ മലയാളത്തില് ഞാൻ എക്സ്പെക്ട് ചെയ്തു മലയാളത്തിൽ ഇത്തരം കഥകൾ വരും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാര്യം വേറെ സ്ക്രിപ്റ്റ് ലെവല് ഓരോ ലെവലും പൊയ്ക്കൊണ്ടിരിക്കുക മലയാള സിനിമയിൽ. അപ്പോൾ CG VFX ഓറിയന്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഇനിയും വരുന്നില്ലല്ലോ എന്നൊരു വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ ഓക്കെ സമയമായിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ ഓക്കെ, നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഇത്തരം കഥകൾ വന്നാൽ അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് നമ്മൾ കുറേ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ്. പക്ഷെ ഇത് വന്നപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടത്. സോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തന്നെ അറിയായിരുന്നു ഓക്കെ ഇത് ഇങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഒരു സബ്ജക്റ്റ് ഈച്ചയാണ്, വളരെ ചെറിയ ഇതാണ്. അപ്പോൾ അതിൻ്റെ ക്യാമറ എങ്ങനെ പ്ലാൻ ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ പ്ലാൻഡ് ആയിരുന്നു നമ്മൾ കുറച്ചുകൂടെ. ഈഗ മൂവിക്ക് മുമ്പ് രാജമൗലിയുടെയൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഈച്ച. അപ്പം ഞാൻ ആ ഈച്ചയാണോ ഈ ഈച്ച, എന്താ ഈച്ച എന്ന് പറഞ്ഞപ്പോൾ അല്ലേ ആ ഈച്ച അല്ല ഈ ഈച്ച. അതിനകത്തൊരു നമ്മളെ ഈച്ചയെ കാണുന്നുണ്ടെങ്കിലും ഈച്ചയല്ല കാണുന്നത്, മരിച്ചുപോയ കാമുകന്റെ ആത്മാവ് ഒരു ഈച്ചയായി വന്ന് നിൽക്കുന്ന അയാളെയാണ് നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നത്, അല്ലാതെ ഒരു ഈച്ചയല്ല കാണുന്നത്. ഈച്ചയ്ക്ക് പേരുണ്ട്, ലവ്ലി എന്നാണ്, പേഴ്സണാലിറ്റി ഉണ്ട്, നമ്മളായിട്ട് ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ കയറി വരുന്നുണ്ട്. അതൊരു എക്സൈറ്റിംഗ് പരിപാടിയായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ CG ക്രിയേഷന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു ലവ്ലിയുടെ? അത് ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പ്രിവ്യൂസ് ബിൽഡ് ചെയ്ത് വെക്കും. പ്രിവ്യൂസ് നമ്മൾ ബ്ലെൻഡറിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ക്യാരക്ടർ വരും, ഈച്ച എങ്ങനെ വരും എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ വെച്ചിട്ടാണ് പോകുന്നത്. ഇത് പോയിട്ട് ഏറ്റവും കൂടുതൽ പാടുപെട്ടത് എനിക്ക് തോന്നുന്നു മാത്യു ആയിരിക്കും. മറ്റോട് പറയുന്നത് ആദ്യം നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ച് ഷൂട്ട് ചെയ്യാന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഒബ്ജക്റ്റ് വെച്ച് പിന്നെ എറേസ് ചെയ്യണം, റിമൂവ് ചെയ്യണം, അവന് ഫ്രീ ആയിട്ട് ആക്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ട്. ഈച്ചയുടെ മൂവ്മെന്റ് പല സമയത്തും മൂവ് ചെയ്തൊക്കെ പോകുമ്പോൾ അപ്പോൾ എന്നിട്ട് അവസാനം അതിനെ റിമൂവ് ചെയ്തിട്ട് പറഞ്ഞു നമ്മൾ തന്നെ തീരുമാനിച്ചു ഓക്കെ ഇവിടെ ഈച്ച വരും, ഇവിടെ ഈച്ച വരും, ഇവിടെ ഈച്ച വരും. അപ്പോൾ ഓക്കെ ഇവിടെ ആകുമ്പോൾ ആ പോയിന്റ്, ഇവിടെ ആകുമ്പോൾ ആ പോയിന്റ്, ഇങ്ങനെ മാത്യു തന്നെ വിഷ്വലൈസ് ചെയ്തു ഇവിടെയൊക്കെ വരാം എന്ന് പറഞ്ഞിട്ട് ഹലോ എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ അത് അങ്ങ് ചെയ്തു പോവുമായിരുന്നു. അപ്പൊ മാത്യു പാടുപെട്ടു, നമ്മളെല്ലാം കണ്ടു ചിരിച്ചു. ഓക്കെ, അപ്പം ഈ പഴയ സിനിമ സെറ്റുകളുടെ ഒക്കെ കഥകളൊക്കെ കുറെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഷൂട്ടിന്റെ ഇടയിൽ ഇതുപോലെ രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എല്ലാം രസമായിരുന്നു. ഇത് സ്ഥിരം ഉള്ള ഒരു പരിപാടി അല്ലാത്തതുകൊണ്ട്, സ്ഥിരം അധികം ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു പരിപാടി അല്ലാത്തതുകൊണ്ട് ഓരോ തവണയും ഈ പരിപാടിക്കെത്തും അന്ന് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ സംഭവിക്കും മീൻസ് ഈ മാത്യുവിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ എൻജോയ് ചെയ്യുന്നത്. ഇല്ലാത്തൊരു സാധനം വെച്ചിട്ട് ആക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് വേറെ ശബ്ദങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഒരു കോമഡിയായി മാറും. ഇങ്ങനത്തെ കുറെ സാധനങ്ങളിൽ അതൊരു രസമായിരുന്നു. ആ ഷൂട്ട് വേറൊരു മോഡായിരുന്നു. സോ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള ഒരു കാരണം ഉണ്ടാവുമല്ലോ, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമല്ലോ. സോ അതെന്തായിരുന്നു? അത് ദ ലോസ്റ്റ് വേൾഡ്, സ്പിൽബർഗ് മൂവി, ഡൈനോസർ, അതൊക്കെ കണ്ടപ്പം അതാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഫൈനാൻസിലായിരുന്നു, അവിടെയൊക്കെ വെച്ച് ഇതൊക്കെ ഈ സിനിമകളൊക്കെയാണ് ഇൻസ്പയർ ചെയ്യിപ്പിച്ചത്. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സ്റ്റോറി ടെല്ലിങ്ങിന്റെ പുതിയൊരു സാധ്യതയുണ്ട് അതിനകത്ത്, വലിയൊരു മീഡിയമാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് വരാം. സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ എൻ്റെ ഒരു പരിപാടി.
സോ അതാണ് ഒരു ഫസ്റ്റ് ഒരു ഇൻസ്പിറേഷൻ തോന്നിയത്. ഇൻസ്പിറേഷൻ ആ ഡൈനോസർ മൂവി തന്നെയായിരുന്നു. ഏറ്റവും വാവ് ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മൂവി അത് ദൈവമേ ഇതുപോലെ ഒരു പടം ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ അത് അടിപൊളി, അതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പടം. അവതാർ ഫസ്റ്റ് ഒക്കെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, കയ്യിൽ നിന്നൊക്കെ പോയി. അയ്യോ ഇതൊക്കെ ഇനിയും നമ്മുടെ സിനിമകളൊന്നും അവിടെ എന്നത്തോന്നും എനിക്കറിയില്ല. മലയാള സിനിമയിലൊക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് അവര്. അപ്പൊ അത് വേറൊരു ലോകമാണ്. അതൊക്കെയാണ് പേടിപ്പിച്ച് നിർത്തി കളഞ്ഞത്. അവതാറൊക്കെ കണ്ടിട്ട് എപ്പോഴെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ലൈക്ക് ഓക്കെ അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കാന്നുള്ള രീതിയിൽ. അതിന് വേണ്ട ഒരു ടെക്നോളജി വേണം, ടെക്നോളജിയുടെ ബേസ് വേണം, അതിനുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് വരണം. പാവപ്പെട്ട മലയാളത്തിനെ കൊണ്ട് അതൊക്കെ എന്തെങ്കിലും പറ്റുമായിരിക്കും, ഇപ്പൊ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ക്യാരക്ടേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സ് ആയിട്ടോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? മുമ്പ് ചെയ്തിട്ടുണ്ട് കുറെ ഇൻസ്പയർഡ് ആയിട്ട്. അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പം ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, അതിനകത്തുള്ള ഡ്രാഗൺ ക്യാരക്ടർ. അപ്പൊ ഞാൻ എൻ്റെ രീതിക്ക് ഒരു ഡ്രാഗൺ ക്യാരക്ടർ എങ്ങനെ മലയാളത്തിലെത്തിയാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു ഡാൽഫി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിന് ഉണ്ടാക്കി. അപ്പൊ അതിന് ചെറിയൊരു ഷൂട്ടൊക്കെ ചെയ്തു, ലാൽബാഗിൽ പോയിട്ട് ഷൂട്ടൊക്കെ ചെയ്തു. ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് ഒരു സൺഡേ പോയി ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയെല്ലാം കുറെ എക്സ്പെരിമെന്റുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് സത്യം പറഞ്ഞ ഈ ദിലീഷ് നായരും ആഷിക്കേട്ടനായിട്ടൊക്കെ പരിചയപ്പെടുന്നതും. അവിടുന്നാണ് തുടക്കം. പിന്നെ റാണി പത്മിനി എന്ന് പറഞ്ഞിട്ട് ആഷിക്കേട്ടന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിനകത്തൊരു ഉറുമ്പിന്റെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ അത് ചെയ്യാൻ ആഷിക്കേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണ് തുടക്കം. അത് പിന്നെ ടമാർ പടാറ് ദിലീഷന്റെ തന്നെ വേറൊരു സിനിമ ഉണ്ട്. അതിനകത്തൊരു പുലിയുടെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുലിയെ കൊല്ലുക, ഈച്ചയെ കൊല്ലുക, അങ്ങനെ ഒരു CG ഗുണ്ടയായിട്ട് ജീവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഗുണ്ടയല്ലാതെ ഒരു സാധനം വന്ന്. അപ്പൊ അത് എക്സൈറ്റിംഗ് ആയി. അതല്ല പുലി. അപ്പൊ ഈ VFX ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് എപ്പോഴും നേരിടുന്ന ഒരു വിമർശനമാണ്, അതായത് നമ്മള് ആവശ്യമില്ലാണ്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് അധികമായി ഓവർ ദ ടോപ്പ് ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തില് VFX ചെയ്തു എന്നൊക്കെ ഉള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ. ശരിക്കും എന്ത് തരത്തിലുള്ള ചാലഞ്ച് ആണ് ശരിക്കും ഒരു ആസ് എ ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു CGI ക്രിയേറ്റർ എന്ന തരത്തില് ഫീൽ ചെയ്തിട്ടുള്ളത്? അത് നമ്മൾ എന്ത് ചെയ്താലും അതിനകത്തൊരു ഡയറക്ടർ ഉണ്ടാവും. മോസ്റ്റ്ലി ഇതുവരെ ഉള്ളൊരു പ്രോസസ്സ് വെച്ച് ഒരു ഡയറക്ടർ ഉണ്ടാവും, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും, അവർ കാണുന്നൊരു വിഷൻ ഉണ്ടാവും. മാക്സിമം അതിനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കും മിക്കവാറും നമ്മൾ ചെയ്തു വരുന്നൊരു പ്രോസസ്സ്. അപ്പോൾ അവർ ഒരു പ്രോസസ്സ് കാണുമ്പോൾ എടാ ഇത് കൊള്ളാമല്ലോ, നമുക്ക് ഇങ്ങനെ പിടിച്ചാലോ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പോയി ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ പോകുന്നതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അത് ഓഡിയൻസ്, കുറെ സൈലന്റ് ഓഡിയൻസ് ഉണ്ട്, അവരുടെ അധികം ഓഡിയൻസ് കേൾക്കാറില്ല. ഈ ബഹളം ഉണ്ടാക്കുന്നവർ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അത് മിക്കവാറും അവരെല്ലാം ഈ ബഹളം ഉണ്ടാക്കുന്നവർ മിക്കവാറും ഇന്റർനാഷണൽ സിനിമകളും ഒക്കെ കണ്ടിട്ട് വളരെ സെറ്റായിരിക്കുന്ന ഒരു മെന്റൽ സെറ്റുള്ള കോൺഫിഡൻസിന്റെ ബേസിൽ നിന്നാണ് അവരുടെ ഡയലോഗുകൾ വരുന്നത്. അവരപ്പോൾ ഉറക്കെ പറയും. പക്ഷെ മലയാള സിനിമ അവിടെ ഈ ഒരു ടെക്നിക്കൽ സൈഡും ഒക്കെ നോക്കിയാലും അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവിടെ എത്തിയ ശേഷം നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് ഇപ്പൊ തന്നെ പ്രൊഡ്യൂസേഴ്സൊക്കെ CG VFX എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ മലയാളം എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന സ്ഥലം. ഇത് രണ്ട് സ്ഥലം. ഇത് എങ്ങനെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബിലീവബിൾ സ്ഥലത്തേക്ക് നമ്മുടെ പ്രൊഡക്ഷനും കാശും CGയും എല്ലാം വന്ന് ക്ലബ് ആവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ലവ്ലി എന്ന് പറഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ട് ക്രിയേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ CGI ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതൊരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ആണല്ലോ, ഇത് ഇനിയിപ്പോൾ എങ്ങനെയാണ് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഏതാണ് ഒരു മൊമെന്റ്, ഒരു ചാലഞ്ച് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ്? ഇതിനകത്തൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിനകത്ത് ഒരു വലിയൊരു ഈച്ചയുണ്ട്, ഒരു ഡൈനോസറിന്റെ വലിപ്പമുള്ള ഒരു ഈച്ച. അപ്പൊ അതെങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നൊരു പ്ലാനിങ് ഉണ്ട്. അത് കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. എനിക്കറിയുമ്പോൾ എവിടെ നോക്കിയാൽ ഒന്നും ഇല്ലാതെയാണ് ഷൂട്ട് ചെയ്യുന്നത്. നോക്കിയിട്ട് ഇവിടെ ഓക്കെ ആണോ, ഈ കണ്ണ് ഓക്കെ ആണോ എന്ന് പറയുന്നത് ഒന്നും അറിയില്ല. ഒരു സ്റ്റുഡിയോ മൊത്തം ലൈറ്റ് അപ്പ് ചെയ്തിട്ട് ഒരു സ്മോക്കായിട്ടുള്ള ഒരു ഡ്രീമി സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മാത്യു എന്നിട്ട് ഇങ്ങനെ ക്യാമറ വെച്ചിട്ട് ഇത് ഓക്കെ ആവോ, ഇതേ എല്ലാം കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഇത് അറിയുന്നവർ നമ്മൾ 2-3 പേർക്കേ അറിയാവൂ ഈ പരിപാടി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്. ഇത് ഒരു ബേസ് ഷൂട്ട് കഴിഞ്ഞു, സാധനം വന്നു, അവസാനം ഔട്ട്പുട്ട് കണ്ടപ്പോഴാണ് ഇതിനായിരുന്നു. അപ്പൊ ഈ സാധനം ചെയ്യുമ്പോൾ അവർ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഈ സാധനം. അപ്പോൾ നമ്മുടെ വേറൊന്നും ഫ്രെയിമിലില്ല, ട്രസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കതൊരു നമ്മുടെ ഷോൾഡറിൽ ഇരിക്കും. അത്
ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ഇത് കയ്യിൽ നിന്ന് പൊക്കൂടാ എന്നൊരു അതൊരു പേടിയാണ്. അത് ഔട്ട്പുട്ടിലെത്തി കഴിഞ്ഞ് കാണിച്ച് അവർ ഹാപ്പി ആകുമ്പോഴത്തേക്കുള്ളൊരു മൊമെൻ്റാണ്. അതുവരെയുള്ള ഒരു രസമുള്ളൊരു പരിപാടി. അതായിരുന്നു ഒരു ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ. അപ്പം റൈഫിൾ ക്ലബിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ശരിക്കും ആ മൂവിയിൽ നമുക്ക് വിഎഫ്എക്സ് എവിടെയാണ് എന്ന് നമുക്കിങ്ങനെ തൊട്ട് കാണിക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ ശരിക്കും ഇപ്പം ഡോഗിന്റെ ഒക്കെ സീക്വൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. ആ സിനിമ കാണുന്ന സമയത്ത് ഓക്കെ അത് വിഎഫ്എക്സ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് പറയുമ്പോഴാണ് അറിയുന്നത്. സോ ആ ഒരു മൂവിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു വളരെ ബുദ്ധിപൂർവ്വം CG VFX ഉപയോഗിച്ചൊരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെട്ടെന്നുള്ളൊരു പ്രൊഡക്ഷൻ പ്ലാനായിരുന്നു. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് ഒരു വലിയ കഥയും, ടൈഗറുണ്ട്, കുരങ്ങനുണ്ട്, പട്ടിയുണ്ട്, മിക്കവാറും മാനുണ്ട്, മിക്കവാറും അനിമലെല്ലാം ഉണ്ട് അതിനകത്ത്. ആരും അറിഞ്ഞില്ല ഇത് CG. അതിനുള്ള സമയവും കൊടുത്തില്ല. വളരെ ആവശ്യത്തിന് മാത്രം സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ശ്യാം പുഷ്കറൊക്കെ എടുത്തൊരു അവരെല്ലാവരും ശ്യാം പുഷ്കർ, ദിലീഷ് പോത്തൻ, ഇവര് ദിലീഷ് ഏട്ടൻ, ആഷിക്കേട്ടനൊക്കെ എടുത്തൊരു ഒരു കോളായിരുന്നു സത്യം പറഞ്ഞാൽ. എല്ലാവരും കൂടെ ഉള്ള ഒരു ഇതായിരുന്നു. വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ ഭംഗിയായിട്ട് കഥ പറയാൻ വേണ്ടി മാത്രം വിഷ്വൽ. അപ്പം നേരത്തെ ചോദിച്ചൊരു ചോദ്യമില്ലേ, കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ അത് കൂട്ടാൻ നിന്നില്ല. ആവശ്യത്തിന് കൊടുത്തു, കഥ പറഞ്ഞു പോയി. അത് പിന്നെ അത് സത്യം പറഞ്ഞാൽ ആ പട്ടിയെല്ലാം CG ആക്കണമെന്ന് പ്ലാനിലേ ഉണ്ടായിരുന്നതല്ല. പെട്ടെന്ന് ഒരു മഴയായി, ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അപ്പം വേറെ ഫോറസ്റ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ നേരെ ഹൈദരാബാദ് പോകണമെന്നായി. ഹൈദരാബാദ് പോകുമ്പോഴത്തേക്കും ഫ്ലൈറ്റിൽ പട്ടിയെ കയറ്റില്ല. പിന്നെ അത് ഭയങ്കര കോംപ്ലിക്കേഷൻ. പിന്നെ ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഷൂട്ട് ചെയ്ത് പട്ടി CG അല്ലേ, ഓക്കെ CG. അങ്ങനെയായിരുന്നു അതെല്ലാം ഉണ്ടായിരുന്നു. അത് രസമുള്ളൊരു എക്സ്പീരിയൻസ്. ഈ ലവ്ലിക്ക് മുമ്പായിരുന്നു, ലവ്ലി ആയിരുന്നു ആദ്യം ഷൂട്ടിംഗ് തുടങ്ങിയത്. ലവ്ലിയുടെ ഷൂട്ട് തീർന്നിട്ടാണ് ഇത് തുടങ്ങുന്നത് റൈഫിളിലും. പക്ഷെ അത് പെട്ടെന്ന് എത്തി, അതിനു മുമ്പ് തുടങ്ങിയത് അത് ലവ്ലി ഇനി വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, ശരി. അപ്പം ഈ നമ്മളിപ്പം കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് ഒരു ഫുള്ളി അനിമേറ്റഡ് ഒരു മൂവി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരു ഡിസ്റ്റന്റ് ഡ്രീം തന്നെയാണ്. അപ്പൊ ശരിക്കും നമുക്ക് എങ്ങനെയാണ് അത്തരത്തിലുള്ള അനിമേറ്റഡ് മൂവീസ് എന്നുള്ള തരത്തിലുള്ള അവസരങ്ങളൊക്കെ ഇനി ഉണ്ടാക്കാൻ പറ്റുന്നത്? അനിമേറ്റഡ് മൂവി കുട്ടികൾക്കുള്ളതാണ് എന്ന് പൊതുവിലൊരു ധാരണയുണ്ട്. ആ ധാരണ മാറുന്ന അന്നേ നമുക്ക് തിയേറ്ററിൽ കൊണ്ട് ഇറക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതൊരു അനിമേറ്റഡ് മൂവി ആയിട്ട് കാണാനില്ല. ഇത് ലവ്ലി അങ്ങനെ അല്ല ഒരിക്കലും. ലവ്ലി ഒരു അനിമേറ്റഡ് മൂവി അല്ല. ലവ്ലി ഒരു റിയലിസ്റ്റിക്, ഒരു എമോഷണലി കണക്ട് ചെയ്യുന്ന UBARA സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. ഓക്കെ, ഫുള്ളി അനിമേറ്റഡ് മൂവി ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഫുള്ളി അനിമേറ്റഡ് എന്ന് വെച്ചാൽ ഈ ലൈവ് ആക്ഷനുമായി ഒരു ബന്ധമില്ലാതെ 3D തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളും അത് പൊതുവിൽ കുട്ടികളുടേതെന്ന് പറയപ്പെടുന്ന ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സിനിമകൾ ഇനിയും സമയമെടുക്കും. ചോട്ടാ ഭീം പോലെയുള്ള എന്തൊക്കെയോ വന്നിട്ടുണ്ട്. പക്ഷേ അത്തരം സിനിമകളൊക്കെ എനിക്ക് കുറച്ചുകൂടി അനിമേ ഫാൻസുകൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനകത്ത് ചില സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അതൊരു സിനിമയാവാനും അതിനകത്തൊരു മൊമെന്റ് ബിൽഡ് ചെയ്യാനും. എന്നെ സംബന്ധിച്ചുള്ള ഈ KGF എല്ലാം ഒരു റിയലിസ്റ്റിക് അനിമയായിട്ടാണ് ഞാൻ KGF മൂവിയൊക്കെ കാണുന്നത്. അതിൻ്റെ ഗ്രാഫും സ്റ്റോറി ലൈനും പോസസും എല്ലാം റിയലിസ്റ്റിക് അനിമേ പോലത്തെ ഒരു ഫീലുണ്ട് അതിന്. എനിക്കൊന്ന് അതൊരു റൂട്ടാണ്, അതിനൊരു സാധ്യത ഞാൻ കാണുന്നു. അനീഷ് കുട്ടി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും കുറെ കുട്ടി അനിമേറ്റഡ് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ. അപ്പം ശരിക്കും ഒരു ഡയറക്ടോറിയൽ പ്ലാൻ ഉണ്ടോ ഒരു അനിമേഷൻ മൂവി? അതുണ്ട്. അത് ഇത്തരത്തിലൊരു അനിമേ പോലത്തെ ചിലതെല്ലാം ഒരു എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടുണ്ട്. ഞങ്ങളുടെ ഒരു ചെറിയ സർക്കിളിൽ ഇരുന്നിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ആവുകയാണെങ്കിൽ പുറത്തെത്തിക്കാന്ന് പറഞ്ഞിട്ട് ചെറിയ സാധനങ്ങൾ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടുണ്ട്. ഈ ഡാൽഫി എല്ലാം അത്തരത്തിൽ സ്റ്റാർട്ട് ചെയ്ത ചില സബ്ജക്റ്റാണ്. അതിപ്പം മലയാള സിനിമയിൽ ചിലരെല്ലാം സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്, ചിലർ ഡയറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നുണ്ട്. അതിൻ്റെ അത് ചിലപ്പോൾ ഒരു സിനിമയായി അടുത്ത വർഷം വരാനൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ഡാൽഫി ആണെങ്കിലും അതുപോലെ ദ ലാസ്റ്റ് ക്രോക്ക് എന്ന് പറഞ്ഞ സീരീസ് ഷോർട്ട് ഫിലിം ഒക്കെ നമ്മൾ കാണുമ്പം ശരിക്കും അതിലൊക്കെ എന്തോ മെസ്സേജ് കൂടി പറയാനുണ്ട്, ആളുകളെ ടച്ച് ചെയ്യുന്നത് കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഫീലും കൂടി തരുന്നുള്ള, അപ്പൊ അതൊരു മനഃപൂർവ്വമുള്ളൊരു തോട്ടാണോ? ഓക്കെ, ഒരു ഇമോഷണൽ വേയിലൂടെ അതിനെ കണക്ട് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ലാസ്റ്റ് ക്രോക്ക് ഒരു വലിയ സീരീസ് ആയിട്ടൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്ത സാധനം. ലാസ്റ്റ് ക്രോക്ക്, ലാസ്റ്റ് എഗ്, ഇങ്ങനെ നേച്ചറിൽ സംഭവിക്കുന്നതിനെ വെച്ചിട്ട് ഓരോ ജീവികളെയും പറ്റിയിട്ടുള്ളൊരു വലിയൊരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ പ്ലാൻ ചെയ്തൊരു സാധനം. അത് വെച്ച്
പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകൽ സാമ്പത്തികമായും ഒക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന നിർത്തിവെക്കുകയായിരുന്നു ചെയ്തത്. പക്ഷെ അങ്ങനത്തെ കുറേ സബ്ജക്റ്റുകളും സ്റ്റോറികളും നമ്മുടെ ഗ്രൂപ്പിൻ്റെ തലയ്ക്കുള്ളിൽ ഇനി ഓടുന്നുണ്ട്. അത് എവിടെയെങ്കിലുമൊക്കെ വരും. അത് ഏതെങ്കിലും ചിലപ്പോൾ ലൈവ് ആക്ഷനിൽ എത്തും. അത് വേറെ എവിടെയെങ്കിലുമൊക്കെ അത് വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ ഫ്ലോന്റെ മൂവി ഡയറക്ടർ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹം മുൻപ് ചെയ്തു വെച്ചിരുന്ന ഒരു ക്യാറ്റിനെ പിന്നീട് റീക്രിയേറ്റ് ചെയ്ത് അതൊരു സ്റ്റോറി ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അതാണ് പിന്നീട് ഓസ്കേഴ്സ് ഒക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ പണ്ടെപ്പോഴെങ്കിലും ഇതുപോലെ ചെയ്തു വെച്ച ഒരാളാണോ ഈ ഡാൽഫി എന്ന് പറയുന്നത്? ഡാൽഫി അതെ, മുമ്പ് 10 വർഷം മുമ്പ് ചെയ്തതാണ്. ആ ഒരു ക്ലിപ്പ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് 10 വർഷം മുമ്പ് ചെയ്തിട്ട് വച്ചതാണ്. പിന്നെ അത് പലരോടും സംസാരിച്ചു. അപ്പം കുറച്ചുകൂടെ കഴിയട്ടെ എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ വർക്കുകളും റീഡിഫൈൻ അവിടെ ഇവിടെ ഒരിടത്ത് ജോലിക്കൊക്കെ ആയിരുന്നു, ബാംഗ്ലൂർ തന്നെയായിരുന്നു മോസ്റ്റ്ലി. അതുകൊണ്ട് അധികം ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ അതെല്ലാം വീണ്ടും പൊടി തട്ടി എടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഫ്ലോ പോലെയൊക്കെ അത് ഇന്റർനാഷണൽ ലോക്കലി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പൊ ഡാൽഫിനെ എന്തായാലും ഉടനെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നുന്നു. ഡാൽഫിനെ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും സൈറ്റിൽ മാറ്റി വെച്ചിരിക്കുന്ന ഏതെങ്കിലും അനിമേറ്റഡ് ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട്. പേരൊക്കെ ഇട്ടിട്ടുണ്ടോ? ബൂബു ടൈൽസ്, വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം വരും, അതെല്ലാം പതിയെ എടുക്കണം. ഈ ചില മൂവീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ മൂവീസിന്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ടേ VFXന്റെ ഒരു ആവശ്യം വരാറുണ്ട്. ചില മൂവീസിന് അത് ആവശ്യം വരാറുണ്ടാവില്ല. അപ്പം ലവ്ലിനെ സംബന്ധിച്ച് അത് അങ്ങനെ ആയിരുന്നു. എങ്ങനെയാണ് ആ വർക്കുകൾ പ്രീ ആയിട്ടും പോസ്റ്റ് ആയിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് ചെയ്യല്? എനിക്ക് തോന്നുന്നു മിക്കവാറും സിനിമകളിൽ ഇനി മുതലെങ്കിലും എനിക്ക് ഡയറക്ടർമാരോടൊക്കെ പറയുന്ന ഒരു കാര്യം, ആദ്യമേ അങ്ങ് വിളിക്കുക, ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് ഒരുപാട് സാധ്യതകളുള്ള ഒരു മീഡിയമാണ് CG VFX. അപ്പോൾ പലതിനെയും സോർട്ട് ചെയ്താനും സിംപ്ലിഫൈ ചെയ്യാനും തുടക്കത്തിലെ ഒരു CG VFX ടീമിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാവും കാര്യങ്ങൾ, സ്റ്റോറി ടെല്ലിങ്ങിന്. പക്ഷേ അത് അധികമായിട്ട് നടക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഈ റൈഫിൾ ക്ലബ്ബ് ആണെന്നുണ്ടെങ്കിലും ലവ്ലിയുടെ പ്രോസസ്സിലാണെന്നുണ്ടെങ്കിലും അത് തുടക്കം മുതൽ ആദ്യമേ സ്റ്റോറി പറയുന്നത് തന്നെ, ആദ്യം ലവ്ലി ഇത്രയും ഡ്യൂറേഷൻ ഇല്ലാത്ത വളരെ ചെറിയൊരു ഇതായിരുന്നു, 10 മിനിറ്റിന് താഴെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കഥയാണ്. അപ്പോൾ അത് നമ്മൾ സംസാരിച്ച് കഥകളിലൂടെ ഇങ്ങനെ പോയി അതിൻ്റെ സ്റ്റോറി ലൈനൊക്കെ ഡിസ്കഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് ഇപ്പോൾ ഒരു 46 മിനിറ്റ്സോളം ഉള്ള ഒരു അനിമേറ്റഡ്, പിന്നെ അത് 3D ആയി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് വരെ എത്തുന്നത് ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. അത് സക്സസ്സിലേക്ക് പോകാനായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ CG VFXന് ഇനിയും ടൂൾസുകളുണ്ട്, അതിന് ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് പിന്നെ ഈ റൈഫിൾ ക്ലബിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഒരുപാട് ആഷിക്കേട്ടൻ ആദ്യം പറയും, അത് നമുക്ക് ഇങ്ങനെയുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം. പിന്നെ നമ്മളെല്ലാം കൂടി ഇരിക്കുന്നു, ഡിസ്കസ് ചെയ്യുന്നു, ഓക്കെ ഈ സാധനം ഇങ്ങനെ ഷൂട്ട് ചെയ്യാം, എന്നിട്ട് ഇത് ഞാൻ ഇതിൽ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഒരു പ്രിവ്യൂസ് ഉണ്ടാക്കും, എന്നിട്ട് അത് കാണിച്ച് അവർ ഹാപ്പി ആവുന്നിട്ട് ഓക്കെ അപ്പം ഞാൻ ക്യാമറ ഇവിടുന്ന് വെക്കാം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഗ്രൂപ്പ് വർക്ക്. സിനിമ ഒരു ഗ്രൂപ്പിൻ്റെ വർക്കാണ്, ഒരാളിൻ്റെയോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അല്ല തോന്നുന്നു. അത് ഭയങ്കര ഈ 2 സിനിമയിൽ എനിക്ക് വർക്കായൊരു സാധനം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ VFX എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു അനിമേറ്റഡ് ആനിമൽ ആയിരിക്കും. ശരിക്കും അത് മാത്രമാണ് ഒരു CGI VFX ക്രിയേറ്ററിന്റെ റോൾ എന്ന് പറയുന്നത്, ഒരു സിനിമയിലായിക്കോട്ടെ അതിനപ്പുറം ആയിക്കോട്ടെ? അതല്ല എന്ന് അത് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇതൊരു സ്റ്റോറി ടെല്ലിങ് മാത്രമാണ് ഈ പ്രോസസ്സ് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം, ഒരു സാധ്യത, ഒരു ടൂളാണ് CG VFX. അതിനെ ഇനിയും ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് മറ്റ് സിനിമകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അവതാറൊക്കെ ഇല്ലെങ്കിൽ സംഭവിക്കില്ല. ആദ്യമേ അതിനകത്ത് ഒരു നമ്മൾ കയറി പണി തുടങ്ങുമ്പോഴേ അവതാറൊക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടാവുകയൊക്കെ എവിടെയൊക്കെ. പക്ഷേ അത് എത്ര 15-20 വർഷം മുമ്പ് 15 വർഷം മുമ്പ് ചെയ്ത സിനിമകളാണ്. ഇപ്പോഴും മലയാളികൾ അയ്യോ എന്ന് ചിന്തിക്കുന്നൊരു സ്ഥലം. അതൊക്കെ ഇതിനെ ഈ ഒരു കഥ പറയാനായിട്ട് ഈ മീഡിയത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് 15 വർഷം മുമ്പ് അവർ കാണിച്ചു തന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ സിനിമയുടെ ഡയറക്ടർ ദിലീഷും ഒരു CG ക്രിയേറ്റർ ആണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ എന്തായിരിക്കും ഈ പറഞ്ഞ പോലെ? ടൈമിങ് സ്പേസിങ് ഇതൊക്കെ തന്നെയായിരിക്കും അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ടൈമിംഗ് തന്നെ പുള്ളി എപ്പോഴും പിടിക്കുന്ന ഒരു സാധനം അതാണ്. ഓരോ അനിമേഷൻ കഴിയുമ്പോൾ അതിൻ്റെ ടൈമിങ്ങിനകത്ത് ഇൻ ബിറ്റ്വീൻ ഒരു 3 ഫ്രെയിംസ് കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള കോൺവെർസേഷൻ ആയിരിക്കും മിക്കവാറും. ഫ്രെയിമുകളിൽ കഥ പറയുക,
ഫ്രെയിമിനകത്ത് കയറിയിട്ട് അല്ല ആ ഒരു ഫ്രെയിമിനകത്ത് ഒരു ഇൻബിറ്റ്വീൻ വേണം എന്നൊക്കെ ആയിരിക്കും പറയുക. അപ്പോൾ 2D അനിമേഷനിൻ്റെ ബേസിൽ നിന്ന് പുള്ളി വന്നതുകൊണ്ട് തന്നെ ഒരു അനിമേറ്റേഴ്സ് പെർസ്പെക്റ്റീവിൽ തന്നെയായിരിക്കും മിക്കവാറും കോൺവെർസേഷൻ നടക്കുക. എന്താണ് ഒരു നല്ല സി ജി എന്ന് പറയുന്നത്? ഒരു നല്ല സി ജി വർക്കിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അതിപ്പം റിയലിസം ആണോ, അതോ ഇമോഷണൽ ഇമ്പാക്റ്റ് കൊടുക്കുന്നതാണോ, അതോ അതിൻ്റെ ഒരു സ്റ്റൈലാണോ? എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പം അവർക്കൊരിക്കലും സി ജി എന്നോ VFX എന്നോ ചിന്തിക്കാതെ ആ കഥയിൽ ഇൻവോൾവ് ആവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണൊരു നല്ല വർക്ക് എന്ന് ഞാൻ പറയും. അവരാരെങ്കിലും സി ജി ഭയങ്കരമായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതൊരു നല്ല പരിപാടിയാണെന്ന്. ആ കഥയ്ക്കകത്ത് അത്ര ഇമോഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണൊരു നല്ല വർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. സി ജി എൻ്റെ കാലിൻ്റെ അവിടെ ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞ പ്രശ്നമാണ്, അല്ലെങ്കിൽ സി ജി ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ വർക്കാവില്ല. ആ ക്യാരക്ടറിന് ഇത്ര ഒരു എമോഷണൽ റേഞ്ചിൽ എത്തിക്കാനായിട്ട് പറ്റിയെന്നുണ്ടെങ്കിൽ അത് നല്ല വർക്കാണ്. ഈ സി ജി ചെയ്യുന്ന സമയത്ത് ഫുൾ ഡാർക്ക് റൂമിലിരുന്ന് വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും അതുള്ളതാണോ, അതോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വർക്കിംഗ് പാറ്റേൺ എങ്ങനെയാണ്? ഡാർക്കായിരിക്കും മിക്കവാറും എസ്പെഷ്യലി ലൈറ്റിംഗ് റെൻഡറിങ് കോംബോ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ഒരു പ്രോസസ്സിൽ എത്തിക്കഴിയുമ്പോൾ ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മോണിറ്ററിൽ കറക്റ്റ് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. കളേഴ്സ് ആയാലും അതിൻ്റെ ഗ്രെയിൻസും ഇതെല്ലാം കൃത്യമായി ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡാർക്ക് ഇതിനകത്ത് സ്ക്രീൻ ആകുമ്പം തിയേറ്ററിൽ ഇതൊരു ഇരുട്ടത്ത് നടക്കുന്ന പരിപാടിയാണ് ഈ സിനിമ. അപ്പോൾ ആ ഇരുട്ട് നമ്മളിപ്പോഴേ ഈ പ്രോസസ്സിൽ വന്നാലേ അവരിരുട്ടി കാണും, അല്ലെ നമ്മൾ വെളിച്ചത്തിൽ കണ്ടാൽ അവരെ വെളിച്ചത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അവരിരുട്ടി കാണുമ്പോൾ നമ്മൾ ഇരുട്ടിലിരുന്ന് തന്നെയായിരിക്കും മിക്കവാറും ഈ പ്രോസസ്സ് മുന്നോട്ട് പോകും. അപ്പോൾ കൃത്യമായി ഫ്രെയിമിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കാണും. ഒരു ലൈറ്റിൻ്റെ ഗ്ലെയറോ റിഫ്ലക്ഷനോ ഉണ്ടെങ്കിൽ തന്നെ മോണിറ്ററിൽ ഏതോ ഒരു സൈഡിൽ നമുക്ക് എന്തോ ഒരു അയ്യോ കാണുന്നില്ല, ശരിയാവുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം വരും. അത് ഇരുട്ട് തന്നെയായിരിക്കും മിക്കവാറും എല്ലാവരും. ഓക്കെ. അപ്പം ഇനിയിപ്പം അപ്കമിങ് ആയിട്ടുള്ള ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് എന്തെങ്കിലും ടിപ്സോ അതുപോലെ ഈ ഒരു VFXന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് അവർക്ക് അറിഞ്ഞാൽ വളരെ ആഗ്രഹം ഉണ്ടാവും. സോ അതെന്തൊക്കെയായിരിക്കും സ്കോപ്പ് എന്ന രീതിയിൽ പറയാൻ പറ്റുക? അതെനിക്ക് തോന്നുന്നത് നമ്മൾ CG VFXലേക്ക് വരുന്നവരെല്ലാം എന്തെങ്കിലും ഒരു ടൂള് പഠിച്ചിട്ട് ഈ പണിയെടുത്ത് ജീവിക്കാമെന്ന് പറഞ്ഞാൽ വരുന്നത്. അങ്ങനെയാണ് ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് വരരുത്. ഇത് കഥ പറയാനുള്ളൊരു മീഡിയമാണെന്നും എനിക്ക് കഥകൾ പറയാനുണ്ടെന്നും അതിന് ഈ മീഡിയത്തിൻ്റെ സപ്പോർട്ട് ഇതിൻ്റെ നോളജും എന്നെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കഥ ഒരു കോർണറിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്തു കൊടുത്തിട്ട് EMI അടച്ച് ജീവിച്ചു പോവും. അങ്ങനെ ഒരു സ്ഥലം അല്ല ഈ CG VFX ഒക്കെ എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് കുറച്ചുകൂടെ കഥ പറയാനുള്ളൊരു സ്ഥലമായിട്ട് എത്തിയിട്ട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും, കുറച്ചൊക്കെ പട്ടിണി കിടക്കേണ്ടി വരും. അത് മലയാള സിനിമയിൽ നിൽക്കുന്ന എല്ലാ ഡയറക്ടർമാരെയും അവരൊക്കെ നോക്കിയാൽ അറിയാം, അവരെല്ലാം കഷ്ടപ്പെട്ടൊക്കെ വരുന്നതാണ്. അതിൻ്റെ ഒരു ഗ്രാഫുണ്ട്. ആ ഗ്രാഫ് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ഉണ്ടെങ്കിൽ വരാവൂ. EMI അടയ്ക്കാനുള്ള ഒരു സ്രോതസ്സായിട്ട് CG VFXനെ കാണരുതെന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. സോ എന്തെങ്കിലും ടിപ്പുണ്ടോ പറഞ്ഞു കൊടുക്കാനായിട്ട്? അഡ്വാൻസ്ഡ് ടെക്നോളജി എല്ലാം മാറി വരുന്നുണ്ട്, AI വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇതിനകത്ത് മാക്സിമം അപ്ഡേറ്റ് ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് എപ്പോഴും ഇങ്ങനെ ഇതിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റഗ്രാമൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി സമയം ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയിൽ ഒന്ന് ഫോക്കസ് ചെയ്താൽ കുറച്ച് രസമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ കൂടെ കുറേ ഇതുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെ കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അവരുടെ ഇതല്ല, ഇന്നത്തെ ഒരു ജനറേഷൻ്റെ ഒരു ഇതായിട്ട് കുറച്ച് നമുക്ക് ഈ ഒരു ഡോപ്പമിൻ കിട്ടുന്നിടത്തേക്ക് ഇങ്ങനെ പോകുന്നു. അത് നമ്മുടെ ക്രിയേഷൻ്റെ സൈഡിൽ എത്രത്തോളം ഹെൽപ്പ് ആവുന്നുണ്ടെന്ന് എനിക്കത് അങ്ങനെ കൺവേർട്ട് ചെയ്താൽ കുറച്ച് രസമായിരിക്കും തോന്നുന്നു ഈ ഇൻഡസ്ട്രിയിൽ വരികയാണെങ്കിൽ. സോ പാൻബെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഫാൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. സോ അങ്ങനെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഞാൻ ഒരു ഫാൻ മൊമെന്റ് ഫീൽ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു ഫാൻ മൊമെന്റ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആരുടെയാണ് ഒരു അൾട്ടിമേറ്റ് ഫാൻ? ആരുടേതാണ് ഫാൻ? ഞാൻ ആഗ്രഹിച്ചൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ലവ്ലിയ ചെയ്യണേ, ഇതിനു മുമ്പ് ഈഗ രാജമൗലി ചെയ്തിട്ട് ഒരു ചെറിയൊരു ക്യാരക്ടറിനെ വച്ചിട്ട് തിയേറ്റർ മൊത്തം വിറപ്പിച്ചു പുള്ളി. അത് കണ്ടപ്പോൾ നല്ല മൊമെൻ്റായിട്ട് തോന്നിയത്. നമ്മുടെ ഈ നാടിന് മനസ്സിലാവുന്ന ഭാഷയിൽ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിട്ട് ഇത്രയും വലിയൊരു സ്റ്റോറി ടെല്ലിങ് ചെയ്യാൻ പറ്റി. അവരെ ഇരുത്തി കഥ കേൾപ്പിച്ചു.
ആ ഒരു മൊമെന്റ് അതൊരു നല്ല മൊമെന്റാണ്. ആ മൊമെന്റിലുള്ള അതിന്റെ ആ ഓണറെ ഞാൻ സത്യം പറഞ്ഞ ഞാൻ അയാളുടെ ഒരു ഫാനാണ്. ഓക്കെ. സോ അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചിലത് പേര് പറയാൻ പറ്റില്ല, പേര് ഇട്ടിട്ടില്ല സത്യം പറഞ്ഞ. അപ്പം വേഫെയറിൻ്റെ ഒരു സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒന്ന് രണ്ട് പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ നടക്കുന്നുണ്ട്. അതൊന്നും പേരൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് പറയാൻ റിവീലിംഗ് ആയിട്ടില്ല. റിവീലിംഗ് ആയിട്ടില്ല. പക്ഷെ നല്ല എക്സൈറ്റിംഗ് പ്രോജക്റ്റുകളാണ് സത്യം പറഞ്ഞാൽ. കുറച്ച് ഈ CG VFX-നെയൊക്കെ തന്നെ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് കൊണ്ടുള്ള കുറച്ച് ഒരു മിന്നൽ മുരളി എന്നൊക്കെ പറയുന്ന പോലത്തെ വേറൊരു തരം സിനിമകളൊക്കെ ചിലതൊക്കെ കുക്ക് ചെയ്തുകൊണ്ടുണ്ട്. അത് ഉടനെ എത്തും. ശരി. അപ്പം ഇനിയിപ്പം ലവ്ലി മൂവി നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പൊ പ്രേക്ഷകരോട് എന്തായിരിക്കും പറയാനുണ്ടാവുക? സിനിമ കാണണം. സിനിമ കാണണം. അത് ഇത് 3D സിനിമയാണ്. ഇത് 3D കാണിക്കാമെന്ന് പറഞ്ഞു ഉണ്ടാക്കിയ സിനിമ അല്ല. ഇതൊരു മനുഷ്യനും ഒരു ഈച്ചയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി, ഒരു കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടോ ഒരു കഥ പറഞ്ഞു പോയതാണ്. കഥ പറഞ്ഞു പോയപ്പോഴത്തേക്കും 3D എന്നൊരു മീഡിയത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മളാരും ഒരു ഈച്ചയെ നോക്കി സംസാരിക്കാറില്ല. അപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല. ഈച്ച അതുവഴി പറന്നു പോകും, നമ്മൾ ബന്ധമില്ലാത്ത ഒരു സാധനം ഇതുവഴിയൊക്കെ പറന്നു പോകുന്നതല്ലേ. പക്ഷേ ഇതിനകത്ത് നോക്കുമ്പം ഈ തൊട്ടപ്പുറത്ത് ഈച്ച വന്നൊന്ന് സംസാരിക്കുമ്പം അത് 3D മീഡിയം ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു മീഡിയത്തിൻ്റെ ഒരു ഡയമെൻഷൻ്റെ കൂടെ സപ്പോർട്ട് കൊണ്ട് ഇത് കുറച്ചുകൂടെ റിയലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് 3D ആക്കിയത് ഈ സിനിമ. അതല്ലാതെ ഒരു 3D എന്നൊരു കോൺസെപ്റ്റിൽ 3D സിനിമ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയതല്ല. ഈ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന് ഇത് ആവശ്യമായതുകൊണ്ട് മാത്രം ഉപയോഗിച്ചൊരു 3D പരിപാടിയാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക്. അതൊരു ഫീലിംഗ് ആണ്. അത് തിയേറ്ററിൽ പോയി കാണണം. അത് OTT-യിൽ കണ്ടാലാവില്ല. അത് അങ്ങനെ കണ്ടാൽ ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി അത് രസമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അത് പുതിയ ഇനി ഫ്യൂച്ചറിലുള്ള പല സ്റ്റോറി ടെല്ലിങ്ങിനും ഒക്കെ ഉള്ള തുടക്കം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. സോ ഫാൻ ബെല്ലയുടെ ഓഫ് സ്ക്രീനോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.